നമസ്കാരം. ഇന്ന് അക്ഷയ തൃതീയയാണ്. ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമാകുന്നു. 24 വർഷങ്ങൾക്ക് ശേഷം അക്ഷയ തൃതീയ ദിവസത്തിൽ പഞ്ചമഹായോഗം രൂപപ്പെടുകയാണ്. കൂടാതെ മാളവ്യ യോഗവും ആദിത്യ യോഗവും രൂപം കൊള്ളുന്നതാകുന്നു. ഇത്രയധികം യോഗങ്ങൾ ഒന്നിച്ച് രൂപപ്പെടുന്നതിനാൽ 4 രാശിക്കാർക്ക് പ്രധാനമായും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കും. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം മൂലമാണ് ഇത്രയധികം സൗഭാഗ്യങ്ങൾ, യോഗങ്ങൾ അക്ഷയ തൃതീയ ദിവസത്തിൽ രൂപം കൊള്ളുക. അക്ഷയ തൃതീയ ദിവസം നേട്ടങ്ങൾ ലഭിക്കാൻ പോകുന്ന ആ രാശിക്കാരെക്കുറിച്ചും ഒരു ജീവിതത്തിൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കുന്നതാണ്. അതിനാൽ തന്നെ വ്യാഴത്തിന്റെ അനുഗ്രഹത്താൽ കുംഭം രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങൾ, നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. തന്മൂലം പല വിധത്തിലും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്താം. സാമ്പത്തികപരമായ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ഈ രാശിക്കാർക്ക് ഇത്തരത്തിൽ യോഗം രൂപം കൊള്ളുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. കൂടാതെ പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ കടന്നുവരും. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കും. കൂടാതെ പലവിധ പ്രയാസങ്ങൾ ഒരു പരിധിവരെ നിങ്ങളിൽ നിന്നും അകലുന്നതായ സമയമാണ് ഉള്ളത്. പ്രധാനമായും മഹാലക്ഷ്മി കടാക്ഷത്താൽ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയ സാധ്യതകളും ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വർദ്ധിക്കും. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയമാകുന്നു. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രധാനമായും പല കാര്യങ്ങളിലും അനുകൂലമായ കാര്യങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതലായും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഷ്ടകാലം വളരെയധികം ബാധിക്കുകയോ അത്തരം ചില വിഷമതകൾ ജീവിതത്തിൽ ഉള്ളവരാണ് നിങ്ങൾ. അതിൽ ഒരു പരിധി വരെയെങ്കിലും അറുതി വന്നു ചേരാം. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്നതും നേടാൻ ആഗ്രഹിച്ചതുമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാകുന്നു. നേട്ടങ്ങൾ അനവധി നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകളുണ്ട്. മാനസികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുടുംബവുമായി യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പങ്കാളിയുമായി ബന്ധപ്പെട്ട് വിഷമകരമായ സാഹചര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എത്ര വലിയ പ്രതിസന്ധികളെയും എളുപ്പത്തിൽ മറികടക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങളിൽ ഭദ്രമായി തന്നെ വരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങളിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും കടക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പല പ്രവൃത്തികളിലും വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്ന സമയമായി തന്നെ പരാമർശിക്കാം. മഹാലക്ഷ്മി കടാക്ഷം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായ സമയം. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ അല്പം വർദ്ധിക്കാവുന്നതായ സമയമാണ്.
വിദ്യയുമായി ബന്ധപ്പെട്ട് ശോഭിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പഠിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പഠനം പൂർത്തിയാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലിയിൽ പ്രവേശിക്കാൻ, പുതിയ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക ഭദ്രത കൈവരിക്കുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് സഹായകരമാകുന്ന ചില പ്രവൃത്തികൾ വന്നു ചേരുക. അത്തരം ചില കാര്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളിലേക്ക് കടക്കുവാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ പോലും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം പല വഴികളിലൂടെയും വന്നു ചേരാം. പ്രധാനമായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായി തീരാം. അവരുടെ സഹായത്താൽ കൂടി നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ, മറ്റ് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ലഭിക്കില്ല എന്ന് തീർച്ചപ്പെടുത്തിയതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇത്തരത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് കടന്ന് വന്നിരിക്കുന്നതായ സമയമാകുന്നു. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. അത് ബിസിനസ് പരമാകാം, തൊഴിൽപരമാകാം. ഇത്തരത്തിൽ ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. നഷ്ടത്തിലായിരുന്ന ചില കാര്യങ്ങൾ ലാഭത്തിലാക്കുവാൻ സാധിക്കുകയോ അത്തരം ചില സൂചനകൾ ലഭിക്കുകയോ സഹായങ്ങൾ ലഭിക്കുകയോ ചെയ്യാം. ബിസിനസ് പരമായ തന്ത്രങ്ങൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പങ്കാളിത്ത ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്നതായ പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുക, സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ഭാഗ്യദേവത കടാക്ഷിക്കുന്നതായ സമയമാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൂടുതലായും കടന്നു വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. എന്നാൽ ധന ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ നഷ്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും സംസാര രീതി അല്പമൊന്ന് ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാകുന്നു. ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു.